ഇരിക്കേ, ഇരിക്കല്ലേ പറഞ്ഞത്? ഇരിക്കേ ഇവിടെ. വീട്ടിൽ അതിഥി വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മനസ്സിലായില്ലേ? അതിഥി എന്ന് പറയുന്നത് ഞാനാ. നീ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവളാ. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വരും. ഞാൻ പറയൂ. അമ്മ എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ബി സ്മാർട്ട്. ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കൂ. അപ്പോ ജീവിതം നിന്നെ സ്നേഹിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനിവിടെയുള്ളപ്പോ ഈ സ്വഭാവം ഞാൻ സമ്മതിക്കില്ല. ഓക്കെ? തിന്നാനാ തന്നത്. പെൺമാച്ചോ? എവിടെ നിന്ന് കിട്ടിയടി? മുരളി തന്നതാ. മുരളിയോ? അമ്മായിയുടെ മോന് സിംഗപ്പൂരില. ഇന്നലെ വന്നു. അങ്ങേർക്ക് എന്താ അവിടെ ജോലി? ഏതോ ഒരു ഫേമിന്റെ ബിസിനസ് എക്സിക്യൂട്ടീവ്. അമ്മായിയുടെ മകൻ മുറച്ചെറുക്കൻ അല്ലേ? വിവാഹിതനാണോ? അല്ല. കാണാൻ എങ്ങനെ? എനിക്കറിഞ്ഞൂടാ. സൂക്ഷിച്ചു കേട്ടോ. പെന്നെ സൂക്ഷിച്ചോന്ന്. എന്തായാലും ആളെ എനിക്കൊന്ന് കാണണം. എന്തിനാ? കാണാൻ പാടില്ലേ? മുരളിയല്ലേ? അതെ. വന്നൂന്നറിഞ്ഞു. ഇത് അവിടുന്ന് കൊണ്ടുവന്നായിരിക്കും. നല്ല കാസറ്റ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ഒന്ന് കാണാമല്ലോ. അല്ല, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ഹേമ, പ്രമീളയുടെ ഫ്രണ്ട്. ഞാനും ബാങ്കിലാ ജോലി ചെയ്യുന്നത്. അത് ശരി. പ്രമീളേ, പ്രമീളേ, ഇരിക്കാം. ഹേമയോ? അതേടി, വാ വാന്നേ. മുരളി ഇരിക്കുന്നേ. നമുക്കകത്ത് വരുന്ന സംസാരിക്കാം. വാ. വേണ്ടെന്നേ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. നമുക്കകത്ത് പോന്നേ. എന്തിന്? എന്നെ ഡിസ്റ്റർബൻസ്? ഓ നോ നോ. മുരളി, ഇവളൊരു ദുഃഖത്തിന്റെ മെഴുകുതിരിയാ. ആർക്കും വേണ്ടാതെ കത്തിത്തീരുന്നു. രമ എന്തൊക്കെയാ പറയുന്നത്? പിന്നല്ലാതെ പണ്ടെങ്ങാണ്ട് ഒരുത്തം വന്ന് പ്രേമിച്ചെന്ന് കരുതി. പ്രമീളെ, ഞാനാ കാര്യം പറഞ്ഞതിന് പിണങ്ങിപ്പോയതാ. ഇവളുടെ ഒരു കാര്യം. അയ്യോ പ്രമീളെ, ഞാനൊന്നും ഓർത്തോണ്ട് പറഞ്ഞതല്ല. എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? ഇങ്ങോട്ട് നോക്കി നോക്കടി. അയ്യോ, സുധേട്ടൻ വന്നു. മാർക്കറ്റിൽ പോയ വഴിക്ക് ഞാനിങ്ങ് ഇറങ്ങിയതാ. വാ, വന്നേ.